ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് റമദാനൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ പക്കവടൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ചെറിയ വലിയുള്ളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വലിയ ജീരകം ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുക, വിനാഗിരി. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് 2 മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ആയിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം ആവണ്ട. ഒരു പിഞ്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടി പോകണ്ട. അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിൽ അതിക്ക് കുറച്ചുകൂടി കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി ചൂടായ എണ്ണയ്ക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. എണ്ണ ചൂടാവാഞ്ഞാൽ നമ്മൾ ഇത് ചിക്കൻ പൊക്കവട എണ്ണ കുടിക്കും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാ പൊക്കവട റെഡിയാക്കണ പോലെ അല്ലത്. നമ്മളതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കണം ആ ചിക്കനൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ സാവധാനം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കവടയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അത് മാവ് കൂട്ടുന്ന സമയത്ത് കുറച്ച് കളർ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ഭംഗിക്ക് വേണ്ടി നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.